കേരളോ എനിക്കറിയാൻ തുറക്കാൻ ഒരു ജാതി മനുഷ്യനെ കളിയാക്കണ ഏർപ്പാട്. മണി 10 കഴിഞ്ഞു. ഉച്ചക്കേ തിന്ന അതിനാ താമസ്. എന്താ പിടിച്ചോ. പോവാം. അത് പറയണം. ഭൂതത്തിനെ കവി അവതരിപ്പിക്കുന്നത് ചടുലവും താളാത്മകവുമായ ഒരാഖ്യാന രീതിയിലാണ്. അതെങ്ങനെയാണ് നോക്കാം. അയ്യയ്യാവര വമ്പിളി പൂങ്കല മെയിലണിഞ്ഞ കരിമ്പൂതം കാതിൽ പിച്ചള തോട കഴുത്തിൽ കലപല പാടും പണ്ടങ്ങൾ അരുകിലലുക്കണി ചായക്കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം ചെപ്പിണ ചെമ്മണി കുത്തുമുലകളിൽ ചേലിലിഴയും പൂമാല്യം. അയ്യയ്യാവര വമ്പിളി പൂങ്കല മെയിലണിഞ്ഞ കരിമ്പൂതം. മതി. എന്നിട്ട് പുറവടി വപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാർകുഴൽ മുട്ടോളം ചോപ്പുകൾ മീതെ ചാർത്തി അരമണി കെട്ടിയ വെള്ളപ്പാവാട അയ്യയ്യ അയ്യയ്യ അയ്യയ്യാവര വഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിഭൂതം. ഉടനെ വരുമോ അതോ? എനിക്ക് അത്യാവശ്യമായി ഒരു സുഹൃത്തിനെ കാണാനുണ്ട്. അരവിന്ദന്റെ കാര്യം ചെയ്യേ, വണ്ടി അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്തു. ഈ പട്ടണ എവിടെ പോയി കിടക്ക പണ്ടറങ്ങാനായിട്ട്? സാറേ, മനുഷ്യനായ കുറച്ച് മനുഷ്യത്വം വേണം. നമ്മൾ ഒരുമിച്ച് ഒരു കാറിൽ വന്നു. സാർ ഇവിടെ ഇരുന്ന് ഞാൻ പുറത്തിരുന്ന് കൊതുകടി കൊള്ളുക. എനിക്കും കൂടി പറ. എടോ, ഡ്രൈവർമാരായാൽ ഡ്രൈവർമാരുടെ നിലയ്ക്ക് നിൽക്കണം. നിൽക്കാം, പക്ഷെ പ്രൊഫസർമാരുടെ നിലയ്ക്ക് നിൽക്കണം. പറഞ്ഞാട്ടെ? പറഞ്ഞില്ലെങ്കിലോ? വേണ്ട, പറയണ്ട. പക്ഷെ സംഭവം വീട്ടിലറിയും. അതെങ്ങനെ? തിന്ന ചോറിന് നന്ദി കാണിക്കണ്ടേ സാറേ? എനിക്കൊരു ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ? ഞാൻ വീട്ടിൽ പോയി അമ്മാളും കൂടെ പറയാണ്ടിരിക്കൂ. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഇങ്ങനത്തെ ഒരു വിസ്കി, 2 വിസ്കി. അരവിന്ദനെ ആരും പിടിക്കണ്ട. അരവിന്ദന് വഴി അറിയാം. നാട്ടുകാരെ കേട്ടോട്ടെ. നാട്ടുകാരൊന്നുമില്ലല്ലോ ചെലവിന് ഈ കാറി. അതല്ല, അതാ വണ്ടി. ഇവിടെ വേണ്ട, ഇങ്ങനെ വേണേ ഇങ്ങനെ പോവാം. ഇവിടെ കയറണോ? ഒരു ദിവസം പ്രൊഫസർ ഡ്രൈവറാവും, ഒരു ദിവസം ഡ്രൈവർ പ്രൊഫസറാവും. സ്വാമി ഇപ്പൊ തന്നെ ഓവറാണ്, സൂക്ഷിച്ചു ഓടിക്കുക. ഞാൻ ഇതിന്റെ പിന്നില് പതുക്കെ കിടന്ന് ഉറങ്ങാണ്. ഞാൻ പറയാം, വണ്ടി വിട്ടേക്കാം സ്വാമി. ഓട്ടെ സ്വാമി. என்னது இப்படி பட்டு தூங்கிட்டு இருக்கீங்க? எந்திரிங்கண்ணா, எந்திரிங்க. காலேஜ் போக வேண்டாமா? மணி ஆறுதுன்னா 5 മിനിറ്റ് കഴിഞ്ഞോട്ടെ. எழுந்து குளிச்சிட்டு வாங்க, நான் பிரசாதம் தரேன். എന്റെ പ്രസാദമല്ലേ ഈ മുമ്പിൽ നിൽക്കുന്നത്? இன்னைக்கு என்ன காலையில எந்திரிக்கும் போது நல்ல மூட்ல இருக்கீங்க போல இருக்கே. சரி, சூடா காஃபி கொண்டு வரட்டுமா? தஜம் 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 தகதி தகணகஜம் தரிகிட தக தஜம் 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 தத்தி தகணகஜம் தரிகிட தக தித்தகணகஜம் தரிகிட தக தத்தரி தத்தன தஜ்ஜொணு தரிகிடதோ 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 டான்ஸ் ഒക്കെ മതി.
ഇന്ന് കോളേജ് തുറക്കുന്ന ദിവസമല്ലേ? വാ വാ, സമയായി. ആ നാളെ വീട്ടിൽ കഴിച്ചോ? ഇല്ല. ആ. ஏண்டி மேல வந்து விழற? தள்ளி நின்று விளம்பக்கூடாதா? உள்ளப்போ അകത്ത് പോവാൻ. മടിയിലെ പിടിച്ച് ഉட்கார വെച്ചിരുന്നോ? രാവിലെ വഴക്കുണ്ടാക്കാൻ തന്നെ നിന്റെ പുറപ്പാടെന്ന് തോന്നുന്നില്ല. അതെ അതെ, ഞാനാണ് വല്ല വഴക്കുണ്ടാക്കുന്നത്. മോളോടെ പൊണ്ണിയും കൂടെ കൂട്ടിയിട്ട് ഒന്ന് ഉட்கார വെച്ചിരുതാനേ. എങ്ക ഒറ്റയ്ക്ക് ഇരുന്നാലേ സുഖം കിട്ടൂ. ഓരോ കിലോ ഉപ്പ് വീതമുണ്ട് ഓരോ ഇഡ്ഡലിയിലും. മമ്മി തനിച്ചിരുന്ന് തിന്നോ? അതെങ്ങനെ? ഓരോ പെമ്പിള്ളേരെ കൊണ്ടൊന്ന് നിർത്തും ജോലിക്കെന്നും പറഞ്ഞു. ദോർക്കെ എത് കിടച്ചാലും സാപ്പിടത്തേക്ക്. മോളെ ഇത്തിരി സാമ്പാർ ഒഴിക്ക്, അപ്പൊ പറയത്തില്ല. ഡാഡിക്ക് പിന്നെ ഇഡ്ഡലിയും സാമ്പാറും കിട്ടിയ വേറെ ഒന്നും വേണ്ടല്ലോ. ചുമ്മാ അല്ല കോളേജിലെ പിള്ളേര് സാമ്പാർ പ്രൊഫസറെന്ന് വിളിക്കുന്നത്. കാലത്തെ മേടിക്കരുത്. സാമ്പാറിട്ടെ. ആ പോട്. പോട്ടുങ്ങ. പോതും പോതും. இந்த பாலையாவது குடிச்சிட்டு போங்க. ഗുഡ് മോർണിംഗ് സർ. സമയം എന്തായി? ബസ് കുറച്ച് വൈകി. സാറന്മാരും പിള്ളേരെ പോലെ ആയാലോ? ചെല്ലേ. എക്സ്ക്യൂസ് മീ സർ. ഗുഡ് മോർണിംഗ് സർ. എങ്ങോട്ടാ അത്യാവശ്യമായിട്ട് കാലത്തെ? ക്ലാസ്സിലേക്ക്. തോന്നും വരാനും പോകാൻ ഇതെന്താ പബ്ലിക് കൺഫർസേഷൻ ആണോ? കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. ഇനി ഇങ്ങനെ താമസിച്ച് വന്നാൽ തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. മനസ്സിലായോ? അതല്ലേ ഉണ്ണികൃഷ്ണൻ, എന്റെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് താൻ. ഉഴപ്പന്മാരെ ഞാൻ വെറുതെ വിടും, പക്ഷെ താൻ അങ്ങനെ ആവാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. ആ ചെല്ല്. ഇങ്ങോട്ട് പോരട്ടെ. എടുത്തോണ്ട് പോ. എല്ലാം കയ്യെത്താ. ഇതെന്താ? പപ്പടം. പപ്പടാണല്ലേ? അപ്പൊ ഇതോ? മോര്. മോരാണല്ലേ? ഇതിലെന്താ? ചോറ്. അപ്പൊ കൂട്ടാനൊന്നുമില്ലേ? എന്നോടൊന്ന് പറയില്ല കേട്ടോ. അയ്യോ കൈ എന്തൊരു സുഖം നിനക്കുണ്ടോ? ഞാൻ ഒരു കാര്യം ചെയ്യാം. മാളൂട്ടി ഇതൊക്കെ ഒന്ന് പിടിച്ചേ. വല്ലാത്ത വിശപ്പ്. ഞാൻ കൊണ്ടിട്ട് പോവാം. വന്നിട്ടുണ്ടാ മതി. വല്ലാത്ത വിശപ്പെന്നേ. വന്നിട്ടുണ്ടാ മതി എന്ന് പറഞ്ഞില്ലേ? വന്നിട്ടുണ്ടാമെന്നപ്പോ പറഞ്ഞു നീ. അപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഭർത്താവേ, എന്തൊരു വിശപ്പാ വിശപ്പ്. ഇങ്ങനെയുണ്ടൊരു വിശപ്പ്. വിശപ്പ് അട്ടിന്ന് ഇങ്ങോട്ട് കുതിച്ച് കേറി വരല്ലേ. ഇനിയിപ്പോ ഇത് വിശപ്പ് തന്നെ ആവോ? അമ്മോ, ഇല കീറിയാലോ? ഇല കീറിയാ മറ്റേ എടുക്കാലോ. വന്നിട്ടുണ്ടാ മതി. അവള അപ്പന്റെ ഉള്ളു അവിടുത്തെ ചോറും മറ്റും. ഞാൻ എന്റെ വായനൊന്നും കേൾക്കണ്ട. ഈ പട്ടന്മാരെ കാരണം കൊണ്ടേ ഒരു ബീഫും കൂടി ഉണ്ടാവില്ല പിശാചികള്. ഇങ്ങോട്ട് പോരെ. ഇങ്ങനെയുള്ള കാര്യം ഞാൻ ഏറ്റു. സാറേ, വിശന്ന് പൊരിഞ്ഞിട്ട് വയ്യ സാറേ, എന്തെങ്കിലും തരണേ. എന്താ? വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരണേ. നല്ല വിശപ്പുണ്ട? ആ, നല്ല പൊരിഞ്ഞ വിശപ്പുണ്ട്. എന്തപ്പോ ഇയാൾക്ക് ഇങ്ങനെ വിശക്കണാവോ? ഇന്നാളൊരാളുടെ വിശപ്പ് ഇങ്ങനെ മാറ്റിയിട്ടുണ്ടല്ലോ. തന്റെ കുടുംബത്തോടെ തന്നെ വിശപ്പ. അപ്പൊ ആ ഒരു കാര്യം ചെയ്യും. ഞാൻ ഇവിടെ ഇരുന്ന് സുഖമായിട്ട് ഉണ്ണണത് താൻ അവിടെ ഇരുന്ന് സുഖമായിട്ട് കാണാം. അങ്ങനെ ഇന്നാളൊരാളുടെ വിശപ്പ് മാറിയിട്ടുണ്ട്. നായിന്റെ മോനെ, ഞാൻ വല്ലവനെയും ചാക്കി വെച്ച് രണ്ടു ഒറ്റ വാരി തിന്നാൻ നോക്കുമ്പോ പിച്ചപാത്രത്തിന് കഴിയാൻ നോക്ക. കൊന്നോളെ ഞാൻ. ഓടാ ഓടാ. നല്ല വിശപ്പുണ്ടെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യടാ പട്ടി. ഉണ്ണിയോ? എന്താടോ താൻ ഇവിടെ? നടക്കാനിറങ്ങിയ പെട്ടിയും പ്രമാണമായിട്ടാണോടോ നടക്കാൻ ഇറങ്ങുന്നത്? സത്യം പറ, താൻ എങ്ങോട്ടാ?
തനിക്കെന്താടോ ഒരു വിഷാദം? സർ, ഞാനിനി കോളേജിലേക്ക് വരുന്നില്ല. താൻ എന്താ പറഞ്ഞത്? കോളേജിലേക്ക് വരുന്നില്ലെന്നോ? അതെ സർ, ഞാൻ പഠിത്തം നിർത്താണ്. നിവൃത്തില്ലാത്തോണ്ടാ. ഒരു സുഹൃത്തിന്റെ ഔദാര്യം കൊണ്ടാണ് ഇത്രയും കാലം തള്ളി നീക്കിയത്. അവനും സ്ഥലം മാറിപ്പോയി. വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് തീരെ സുഖമില്ല. അതുകൊണ്ട് പഠിത്തം നിർത്തി തിരിച്ചു പോകാനോ? തന്നെ കുറിച്ച് തനിക്ക് അറിഞ്ഞുകൂടെങ്കിലും എനിക്കറിയാം. എന്റെ ഇത്രയും കാലത്തിനിടയ്ക്ക് തന്നെ പോലെ പഠിക്കാൻ എടുക്കും സ്വഭാവശുദ്ധിയുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അതെനിക്കറിയാമോ? ഒന്നും പഠിച്ചില്ലെങ്കിലും താൻ വെറുതെ പരീക്ഷയ്ക്കൊന്നും ഇരുന്നാ മതി, ഫസ്റ്റ് റാങ്കാ. അതെനിക്കറിയാമോ? ഉണ്ണി, ആരുമില്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാം, താൻ കൂടുതലൊന്നും ആലോചിക്കണ്ട. എന്റെ വീട്ടിൽ ഒരു ഔട്ട് ഹൗസ് ഒഴിഞ്ഞു കിടപ്പുണ്ട്, തനിക്ക് അവിടെ കൂടാം. വേണ്ട സർ. വേണ്ടാത്ത ദുരഭിമാനമൊന്നും വേണ്ട. ആദ്യം അധ്യാപകനെ അനുസരിക്കാൻ പഠിക്കണം. താൻ വാ. ഇതൊന്നും അങ്ങനെ തുറക്കാറില്ല. ഇതാണ് തനിക്ക് താമസിക്കാനുള്ള സ്ഥലം. ഉണ്ണി ഇവിടെ നിൽക്ക്, ഞാൻ പോയി താക്കോൽ എടുത്തോണ്ട് വരാം. നിക്ക്. സാമ്പാർ നല്ല ജോറായിക്കണം കേട്ടോ. ஏன் இப்படி கொழுக்கட்டை முழுங்கின மாதிரி நிக்கிறீங்க? അതെ ബഹി, വല്ലാത്ത ദാഹം. നീ കുറച്ച് വെള്ളം എടുത്തു. ഇவ்வளவுதானா? മാളു, മാളും കീഴും കൊടുത്താൽ ശരിയാവത്തില്ല. ഒരു വലിയ ഗ്ലാസ് നിറച്ച സംഭാരം, കുറച്ച് പച്ചവെള്ളം നല്ല കുനുകുനാന്നരിഞ്ഞിട്ട്, കുറച്ച് ഇഞ്ചിയും ചതച്ചിട്ട്, കുറച്ച് ഐസും. എന്റെ ഭാഗ്യയുടെ തൃക്കൈ കൊണ്ട് തന്നാലേ എന്റെ ദാഹം തീരൂ. இன்னைக்கு என்ன? അപ്പടിത്താ. சரி, நான் இப்ப கொண்டு வரேன். உப்பு போடணுமா? ഉപ്പ് 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 കൊഞ്ചം കൊഞ്ചം പോയോ? പോരെ ഞാൻ പറ. ഓ, ജെല്ല് തുറക്കാൻ പാടില്ല. കുറച്ച് നാളത്തേക്ക് താനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. തൽക്കാലം താൻ ഇവിടെ താമസിക്കുന്ന കാര്യം എന്റെ ഭാര്യയും മകളും അറിയാൻ പാടില്ല. വേണ്ട സർ, സാർ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിന്റെ കാര്യമല്ല ഉണ്ണി. ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ ഭാര്യ ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മണനാണ്. താൻ ഇവിടെ താമസിക്കുന്ന കാര്യം അവൾ അറിഞ്ഞാൽ വേണ്ട, ഇപ്പൊ അറിയാതിരിക്കുന്നത് നല്ലത്. തനിക്ക് ഞാൻ ഒരു സ്റ്റൗ വാങ്ങിച്ചു തരാം. ആഹാരമൊക്കെ വെച്ച് കഴിച്ചു, സ്വയമായിട്ടിരുന്ന് പഠിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ വർഷത്തെ റാങ്ക് താൻ വാങ്ങണം. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. സാറിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അനുഗ്രഹിക്കും. ഞാനോട് ചെല്ലട്ടെ? പിന്നെ രാവിലെ താൻ ഗൈഡിന്റെ അടുത്ത് നിന്നാ മതി. കോളേജിലേക്ക് പോകുമ്പോ ഞാൻ തന്നെ പിക്ക് ചെയ്യാം. ശരി സർ. ഓക്കെ. നിങ്ങളാരാ? ഉണ്ണികൃഷ്ണൻ. നിങ്ങളല്ലേ ഇന്ന് രാവിലെ കാറിലൊന്ന് കയറിയത്? അതെ. ഇന്നലെ രാത്രി നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പോ താനെയാണ് ഞങ്ങൾ ഇന്നലെ പേടിപ്പിച്ചു കളഞ്ഞതല്ലേ? ഉണ്ണികൃഷ്ണൻ ഒന്നും അറിഞ്ഞോണ്ട് ചെയ്തതല്ല. പിന്നെ ആര് പറഞ്ഞിട്ട് ഈ വീട്ടിൽ കയറി താമസിച്ചത്? അത് ആര് പറഞ്ഞെന്ന്? ആരോടും പറയരുതെന്ന്. ആര്?
പ്രൊഫസർ. ഡാഡിയോ? എന്റെ ഡാഡി ഇത്തരം പൗരന്മാരൊന്നും വീട്ടിൽ കയറ്റി താമസിപ്പിക്കില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട പ്ലീസ്. തനിപ്പിറങ്ങണം ഇവിടുന്ന്. പറയേണ്ടവര് പറയുമ്പോ ഇറങ്ങിക്കോളാം. ഞാനാ പറയുന്നത്, ഇതെന്റെ വീടാണ്. മര്യാദക്ക് ഇറങ്ങുന്നുണ്ടോ അതോ ഞാൻ ഇറക്കി വിടണോ? ഇറങ്ങിയില്ലെങ്കിലോ? ഇറങ്ങില്ലെന്നോ? കാണണോ? നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തേ നമോ നമ. നമസ്തേ രാമഭദ്രായ രാമായ നമോ നമ. ശരീനെ நல்ல ദിവസമായി ஏண்டி விளக்க தட்டி போட்டே போறேங்கிறது? എന്താ എന്താ ഇവിടെ? பாத்தேடா உங்க செல்ல பொண்ணு பண்ணிருக்க லட்சணத்தை தேவகோபம் வரத்துக்கு இதுக்கு மேல என்ன வேணும்? എന്താ മോളെ ഇത്? Kill me, Daddy. Kill me. I can't live here anymore. എന്താ നീ പറയുന്നത്? ചെന്ന് ചോദിക്ക് നിങ്ങളുടെ സ്റ്റുഡന്റിനോട്. ബ്ലഡി ഫെലോ. എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നതും പോരാ, ചോദിക്കാൻ ചെന്നപ്പോ അവനെന്റെ കരണം തടിച്ചു. என்ன இவ பட்டாசு மாதிரி படபடன்னு வெடிக்கிறா? മമ്മി, ഒരു കൺട്രി വിളിച്ച് ഡാഡി നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചിരിക്കുന്നു. അവനാ ഇന്നലെ രാത്രി ബഹളം വെച്ചത്. ஓஹோ அப்படியா விஷயம்? எர்ரா இன்னைக்கு நான் உன்னை கவனிச்சுக்கிறேன். நாரி ഭാഗീരഥി, சீ 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 ஏ வெக்கமே இல்லாதவன் துணியே இல்லாம நிக்கிறான். ഭാഗീരഥി, നീ അകത്തേറിപ്പോ. போவில்ல, அவன் வெளியில வரட்டும். ரெண்டுல ஒண்ணு தெரிஞ்சாதான் நான் இங்க இருந்து போவேன். എന്നോട് അകത്തേറി പോകാനാ പറഞ്ഞത്. ഞാൻ പോകുന്നു സാർ. പോകാനും മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? വീണ മുറി കടന്നു വന്ന് അനാവശ്യം പറഞ്ഞു. എന്റെ ബുക്കൊക്കെ വാരി പുറത്തെറിഞ്ഞു. നീ അവളെ അടിച്ചതോ? ഇത്രയും കാലമായിട്ട് ഞാൻ അവളെ ഒന്ന് ശാസിച്ചിട്ട് പോലുമില്ല. എന്നെയാണ് ആ കുട്ടി ആദ്യം അടിച്ചത്. അപ്പോ ദേഷ്യം വന്ന് ഞാനും തിരിച്ചടിച്ചു. ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലാത്തായിരുന്നു. ആ സാരമില്ല, ക്ഷമിക്കാൻ വയ്യാത്ത തെറ്റൊന്നും അല്ലല്ലോ അത്. അതെ സാർ, ഞാൻ പോവാണ്. ഇനി ഒരിക്കലും എനിക്കിവിടെ സ്വൈരമായി താമസിക്കാൻ പറ്റില്ല. വീണയോട് എനിക്ക് മാപ്പ് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഉണ്ണി, നിന്നെ ഞാനിവിടെ താമസിപ്പിച്ചിരിക്കുന്നത് കൊച്ചുകുട്ടികളെ പോലെ പിണങ്ങിപ്പോകാനല്ല, മനസ്സിലായോ? റാങ്ക് വാങ്ങിക്കാനാണ്. ഇനി എന്റെ അനുവാദമില്ലാതെ ഇവിടുന്ന് പുറത്തിറങ്ങി പോരുത്. അത് കേറിപ്പോ. കേറി പോടാ കരുതേ. ഏത് കാട്ടി നടി വരുന്നത്? ഇവിടെ കുറെ എണ്ണം പഠിക്കാനെന്നും പറഞ്ഞു വരും, നാണമില്ലാതെ. സാറന്മാരുടെ കാല് പിടിച്ചെങ്കിലും ഓസിന് കയറി താമസിച്ചോളൂ. എന്നിട്ട് ബുദ്ധിജീവി ചമഞ്ഞ് നടക്കും. കാറ്റടിക്കുമ്പോ ഒരു നാറ്റം വരുന്നല്ലേ. കുളിക്കാതെ ഓരോന്ന് കയറി വരും. വരുന്നുണ്ട് കേട്ടോ. ചക്കപ്പൂന്തൻ പോകുന്നടേ. തുറക്കടോ, ഞാനാ. എന്താ ബുക്കാണ് സാർ. ഓ നോവല്. എന്താണോ നിൽക്കുന്നത്? ഇരിക്കേ. ഇവനാണ് ജോണി വാക്കർ. ആരും അറിയാതെ ഇവിടെ സൂക്ഷിച്ചു വെച്ചോണം. വല്ലപ്പോഴും എനിക്ക് സ്മാൾ അടിക്കണമെന്ന് തോന്നുമ്പോ ഞാൻ വരും. എന്താ, തനിക്ക് സ്മാൾ അടിക്കണോ? അവന്റെ ഒരു നാണം കണ്ടില്ലേ? തൊട്ടുപോകരുത് കരുതേ കൊന്നു കളഞ്ഞാൽ. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നല്ലപോലെ പഠിച്ച് റാങ്ക് വാങ്ങിച്ചില്ലെങ്കിൽ അടിച്ച് സൂപ്പ് ചെയ്യാൻ ഇളകളെ. ഞാൻ പഴയ ഒരു ചട്ടമ്പിയാ. ആ എന്താണോ കഴിക്കാൻ? ഇറച്ചി മീനൊന്നും ഇല്ലേ? ഇല്ല സാർ, ഇല്ല. താനൊക്കെ പിന്നെ എങ്ങനെയാണോ ഇത്രയും തടി വെച്ചത്? ഞാൻ അടുത്ത് വാ, ഒരു സ്വകാര്യം പറഞ്ഞുതരാം. തന്നെ ഞാൻ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല,
എനിക്ക് വല്ലപ്പോഴും സ്വകാര്യമായിട്ടൊരു സ്മാൾ അടിക്കാനും ഇറച്ചിയും മീനും കൂട്ടാനും കൂടെ വേണ്ടിയാ. മനസ്സിലായോ? മനസ്സിലായി. മിടുക്കൻ. ആ ആ ഞാൻ വലിക്കില്ല സാർ. താനൊക്കെ പിന്നെ എന്തിനാടോ ആണെന്നും പറഞ്ഞ് മീശയും വെച്ച് നടക്കുന്നത്? ഇതൊക്കെ ഇപ്പോഴേ ശീലിച്ചോണം. എന്നാലേ റിട്ടയർ ആയി കഴിയുമ്പോ സാറന്മാർക്ക് പിള്ളേരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. താൻ ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല. നല്ല സ്മാർട്ടായിട്ട് ഡ്രസ് ചെയ്ത് സുന്ദര കുട്ടപ്പനായിട്ട് നടക്കണം. എന്നാലും സ്റ്റുഡൻസിന് ഇടയ്ക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റും. ഓടിക്കാൻ അറിയാമോ? ബൈക്ക് അറിയില്ല സാർ. എന്നാ പഠിച്ചോ. ബാക്കി കാര്യങ്ങൾ ഞാൻ ശരിപ്പെടുത്തരാം. ആ ബൈക്കിനല്ല, ഇറച്ചി മീനും മേടിക്കാനാ. ആ നമ്മുടെ വീണമോളെ കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. എന്നെ കണ്ടാൽ സ്മാർട്ട് അടിച്ചിട്ടും തോന്നുമോ? ഇല്ല സാർ. അവളെങ്ങാനും അറിഞ്ഞാൽ കിടപ്പ് വരാന്തേല. മണമുണ്ടോ? ഇല്ല സാർ. വേണ്ടായിരുന്നു ഇല്ലേ? വേണ്ടായിരുന്നു സാർ. അതെങ്ങനെ കഴുത ഓരോന്ന് വാങ്ങിച്ച് വെച്ചിരിക്കല്ലേ മനുഷ്യനെ പറ്റിക്കാൻ? സ്കോച്ചാന്നും പറഞ്ഞ് കുഴപ്പമില്ലല്ലോ. കയറി ചെല്ലാലോ. ഓക്കെ. രക്ഷപ്പെട്ടു. ഇനിയിപ്പോ ഉച്ചക്ക് എങ്ങനെ സഹിക്കും? ആരാടി സ്റ്റൈലൻ? പുതിയതായി ഇറക്കുമതി ചെയ്താണെന്ന് തോന്നുന്നു. മടി, നമുക്കൊന്ന് കറങ്ങി നോക്കാം. ആളിത്തിരി കട്ടിയാണെന്ന് തോന്നുന്നു. മടി, നമുക്ക് പുറകെ പോയി നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. സോറി. ആളങ്ങ് സ്റ്റൈലായി പോയല്ലോടി. റിയലി ടു സ്മാർട്ട്. അമ്പു വല്ലതും തറച്ചോടി. എന്റെ ബുദ്ധൂസിന് ഞാനെങ്ങനെ വിളിച്ചോട്ടെ? എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഞാനൊരു പാവം പെണ്ണാണ് കേട്ടോ. ബുദ്ധൂസിനെ പോലെ നടന്നപ്പോഴേ എനിക്കിഷ്ടമായിരുന്നു. ആളൊരു വീരനാണല്ലോ, കള്ളൻ. പൂച്ചയെ പോലെ നടന്നാ എനിക്ക് മനസ്സിലാവില്ലെന്നാണോ വിചാരിച്ചത്? ഞാൻ തോറ്റു. സത്യമായിട്ട് ഞാൻ വീണിരിക്കുന്നു. വിത്ത് ലവ്, വീണ. അവളെ ഞാൻ പ്രേമിക്കാൻ പോയില്ല. എക്സ്ക്യൂസ് മീ. വീണയ്ക്ക് ഉണ്ണിയോട് ചിലത് സംസാരിക്കാനുണ്ട്. പ്ലീസ്, എന്നെ ശല്യം ചെയ്യരുത്. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അടുത്ത ഇനം ലളിതഗാന മത്സരം. ആദ്യമായി ഉണ്ണികൃഷ്ണൻ പാടുന്നു.
വീണ എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്? പ്രൊഫസർ എങ്ങാനും കണ്ടാൽ എന്താ? മനസ്സിൽ ചീത്ത വിചാരം ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ തോന്നുന്നത്? എനിക്കൊരു ചീത്ത വിചാരവുമില്ല. പ്ലീസ് ഒന്ന് പോവാമോ? എന്നോട് ഇത്രയ്ക്ക് വെറുപ്പാണോ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചൂടെ? എനിക്ക് ഉണ്ണിയേട്ടനെ ഇഷ്ടപ്പെട്ടൂടെ? വീണേ, ഇത് കുട്ടിക്കളിയല്ല. പ്രൊഫസറുടെ ഔദാര്യത്തിലാണ് ഞാനിവിടെ താമസിക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ ഒരിക്കലും നന്ദികേട് കാണിച്ചുകൂടാ. എനിക്ക് പഠിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞാനിവിടെ താമസിക്കുന്നത്. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. പക്ഷെ അതിനു മുമ്പ് എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പറയണം. എന്നെ മനസ്സിലാക്കൂ വീണേ. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നവനാണ്. അദ്ദേഹത്തിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ എന്നേ നാട്ടിലേക്ക് തിരിച്ചുപോയി കൂലിവേല ചെയ്ത് ജീവിക്കേണ്ടവനായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ചോദിച്ചതിന് എനിക്കിപ്പം മറുപടി കിട്ടണം. വീണയെ എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് അർഹതയില്ലാത്തൊരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടായിക്കൂടാ. അപ്പോ എന്നെ ഇഷ്ടമാണല്ലേ? എന്നിട്ടാണോ എന്നെ ഇത്രയും നാളിട്ട് വട്ടം കറക്കിയത്? അത് ഞാൻ... വേണ്ട വേണ്ട, ഇനി ഇഷ്ടമില്ലെന്നൊന്നും കയറി പറഞ്ഞേക്കരുത്. എത്ര ബുദ്ധിമുട്ടിയിട്ടാണെന്നോ ഞാൻ ഈ മനസ്സൊന്ന് തുറപ്പിച്ചത്. വീണേ, വീണേ, പോയിക്കോളൂ, അമ്മ വിളിക്കുന്നു. എനിക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. പോയിക്കോളൂ വീണേ, അല്ലെങ്കിൽ അമ്മ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. മാളൂട്ടി തേങ്ങ അരക്കിയ? തേങ്ങയും മുളകും കൂടി അരക്കിയ? അതെ. അതെ, ഈ തേങ്ങയും മുളകും കൂടി അരയ്ക്കുമ്പോ ഏറ്റവും മുമ്പ് അറിയണത് തേങ്ങയാണോ അതോ മുളകാണോ? എനിക്കിതൊന്ന് പഠിക്കണമെന്നുണ്ട്. പഠിപ്പിച്ചു തരുമോ? അതൊക്കെ അങ്ങ് സ്വന്തം വീട്ടിൽ പോയി പഠിച്ചാൽ മതി. അരയ്ക്കണത് ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ട്. ആണോട്ടെ? അതെ, എനിക്ക് കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടേ. നിനക്കിപ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയ്. എന്റെ അമ്മേ, ഓ മുളക് തന്നെയാണ്ടി മുമ്പ് അറിഞ്ഞത്. ഓ, ഈ പിശാചി അക്രമം ചെയ്യുന്ന ഞാൻ പ്രേമത്തിന് എരിവും പുളിയുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓ, എന്നാലും ഈ പെണ്ണ് ഇത്ര വലിയ ചതി ചെയ്യേണ്ട കാര്യമില്ല. ഈ പൈപ്പ് എന്റെ അമ്മേ. ഓ, വെള്ളമില്ലല്ലേ? വാട്ടർ സപ്ലൈക്കാര് പണി മുടക്കാൻ കണ്ട ദിവസം ഇവരൊക്കെ എങ്ങനെയാ നന്നാവുക? ഒരു ടവലിന് കിട്ടാൻ എന്ത് ചെയ്യും? ഓ, എന്തായാലും പട്ടില് ടവലൊക്കെ വെച്ചിട്ട് ഇനി പോയിരിക്കുന്നത്. ദൈവമേ, എന്തിനുണ്ടോ അത്? വിസ്പനയിലും വലിയ വരുമോ? ഇതെന്തത്ര നീളം തന്നെ? എന്റെ ഈശ്വര, பொண்ணை கூப்பிடலையா? അവക്ക് കുറച്ച് കഴിഞ്ഞു മതിയെന്ന്. ഒന്നും വേണ്ട, ഇതൊന്നുമില്ലെങ്കിലും ഇന്ന് സുഖമായിട്ടുള്ള. என்னமோ ஒரு வாசனை வரல. அது கீரை. இது நான் பண்ணது. என்னமோ ஒரு வாசனை வருதே. ആ അതെ,
മുല്ല പൂത്ത മണമാ ഭാഗി. ചീച്ചി ചീച്ചി മുല്ലയില്ല ഒന്നുമില്ലേ ഇത് എങ്കയോ യാറോ എന്നമോ വറുത്തു കൊട്ട. ഇങ്ങ ആരെന്നെ വറുത്ത് കൊട്ടാൻ? നീ പോയി കുറച്ച് ജീവനം എടുത്തോണ്ടോ? ഇല്ല ഇല്ല ഇന്ന് 100 വാസന വരുതേ. ആ ஏன்னா அவுட் ஹவுஸ்ல நான் போய் பார்த்துட்டு வரேன். ഭാഗി നീ വാ. ആണുങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് പ്രായമായ പെൺകുട്ടികൾ പോകാൻ പാടില്ല, മനസ്സിലായോ? ആ ഞാൻ പോയി നോക്കിട്ട്. അയ്യോ എന്തൊക്കെയോ അറുത്ത് കൊട്ടാനേ. എടാ ഇങ്ങോട്ടൊക്കെ ആരാ വരുന്നെന്ന്? ഇതാ നോക്ക്, കണ്ടോട് വരുന്നു. വീണേ, വീണേ, നമുക്ക് പോകാം. നീ എന്താ ആലോചിക്കുന്നത്? ഈ സന്ധ്യ എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ? ഈ ഇളം തെന്നലിന്റെ കുളിർമയിൽ ചിറകടിച്ചെത്തുന്ന കുയിലിന്റെ പാട്ട് കേട്ട് എന്റെ ഉണ്ണീട്ടന്റെ അരികിലിരിക്കാൻ എന്നും എനിക്ക് കഴിഞ്ഞെങ്കിൽ. നമ്മുടെ ജീവിതവും വീണയുടെ സ്വപ്നങ്ങൾ പോലെ സുന്ദരമായിരിക്കണമെന്നാണ് എന്റെയും ആഗ്രഹം. പക്ഷേ ഇതാണ് എനിക്കിഷ്ടപ്പെടാത്തത്. ചിലപ്പോ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പറയാനാവില്ല. ഒരുപക്ഷെ ഇതുപോലുള്ള നിമിഷങ്ങൾ മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക. വീണയുടെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ പേടി തോന്നാറുണ്ട്. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ പിറന്നവനാണെന്ന് നിനക്കറിയാമല്ലോ. ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങി ഈ ഡയലോഗ് അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചാ തോന്നുമ്പോ ഒന്ന് ഓൺ ചെയ്താൽ മതി. എപ്പോഴും പറയേണ്ടി വരില്ല. ഞാൻ പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ല. നിനക്കെപ്പോഴും എന്നെ പുച്ഛമാണ്. ഓ, എനിക്ക് കാറും ബംഗ്ലാവൊന്നും ഇല്ലല്ലോ. ശരിയാണ്, പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. അപ്പോ ഇത്രയും നാൾ നീ എന്നെ കുരങ്ങ് കളിപ്പിക്കായിരുന്നു അല്ലേ? ആ, എനിക്ക് അന്നേ അറിയാമായിരുന്നു. ഞാനൊരു മരമണ്ടനായിപ്പോയി. ഓക്കെ, ഗുഡ് ബൈ. ഉണ്ണേട്ടാ, വന്ന് കാറിൽ കയറാനാ പറഞ്ഞത്. എന്താ ഉണ്ണേട്ടാ ഇത്? കൊച്ചു കുട്ടികളെ പോലെ വന്ന് കാറിൽ കയറാൻ. കാറിൽ കയറാൻ നിന്റെ സ്റ്റാറ്റസിന് പറ്റിയ വേറെ ആൾക്കാരുണ്ടല്ലോ, അവരെ കയറ്റിക്കൊണ്ട് പോയാൽ മതി. ആ, മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഡാഡി ഉറങ്ങിയില്ലല്ലോ. ആ ഉണ്ണി ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അവനും ഓരോ പുതിയ ശീലങ്ങൾ പഠിച്ചു വരികയാണെന്നാ തോന്നുന്നത്. ആ, മോള് കഥ കടിച്ച് കിടന്നോളൂ, നേരെ ഒരുപാടായി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പിണങ്ങിയോ? ഞാൻ എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണീട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അതെന്താ ഉണ്ണീട്ടൻ മനസ്സിലാക്കാത്തത്? വീണയുമായി അർഹതയില്ലാത്തൊരു ബന്ധം ഉണ്ടാവരുതെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയോ അടുത്തുപോയി. ഇപ്പോ വീണ മറ്റാരോടെങ്കിലും അടുത്തിടപഴകുന്നതോ സംസാരിക്കുന്നത് പോലും എനിക്ക് സഹിക്കാനാവുന്നില്ല. ഉണ്ണീട്ടന്റെ
ഈ വെളുത്ത മുഖം ഇങ്ങനെ തുടുത്ത് കാണാനല്ലേ ഞാൻ ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്. ഞാൻ ഒന്നുകൂടി വിളിച്ചോട്ടെ ബുദ്ധൂസേ? ഉണ്ണേട്ടാ. നീ ഇത്ര ചെറ്റയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി നിന്നെ സഹായിക്കാൻ ദൈവം പോലും ഉണ്ടാവില്ല. എന്താണ് ഓർത്ത്? ഡാഡി, ഉണ്ണേട്ടൻ പോകരുതെന്ന് പറയൂ ഡാഡി. ഞാനാണ് തെറ്റുകാരി. ഉണ്ണേട്ടൻ പോകരുതെന്ന് പറയൂ ഡാഡി. പ്ലീസ് ഡാഡി, പ്ലീസ്. മോളെ മോളെ ഭാഗി ഭാഗി മോള് കുറച്ചു നേരം സുഖമായിട്ട് ഉറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ താഴെ ഉണ്ടാകും. വരൂ. വീണയ്ക്ക് അങ്ങനെ പറയത്തക്ക അസുഖമുള്ളതായൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊരു തരം ഷോക്കാണ്. മെന്റലാണ് വിഷയം. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് അവളെ തല്ലേണ്ടി വന്നത്. സാറ് പറഞ്ഞു കേട്ടിടത്തോളം ഷീ സോ മച്ച് അറ്റാച്ച്ഡ് വിത്ത് ദാറ്റ് ബോയ്. അവളെ അയാളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ശരിയല്ലേ? ശരിയായിരിക്കാം. പക്ഷേ അവള് കൊച്ചുകുട്ടിയല്ലേ, അയാളെന്റെ സ്റ്റുഡന്റ് അല്ലേ? സോ വാട്ട്? അവൾ മെച്ചോർഡായ ഒരു പെണ്ണല്ലേ. അയാൾ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ആണെന്ന് സാർ തന്നെയല്ലേ പറഞ്ഞത്? സാറ് തന്നെ അയാളെക്കുറിച്ച് പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഇക്കാലത്ത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുകിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെന്തിനാ അയാളെ ഇറക്കി വിട്ടത്? ഡോക്ടർ എന്തായി പറഞ്ഞു വരുന്നത്? അത് ഞാൻ ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? മോളുടെ അസുഖം ശരീരത്തിനല്ല, മനസ്സിനാണ്. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ അന്വേഷിച്ചു. ആർക്കായാലും നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാലേ ഉണ്ണിക്കത് മനസ്സിലാവൂ. നിങ്ങളുടെ ഇഷ്ടം ഇത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഉണ്ണിയെ തിരിച്ചു വിളിക്കാനാണ് ഞാൻ വന്നത്. അധ്യാപകനായിട്ടല്ല, വീണയുടെ അച്ഛനായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഇഷ്ടമില്ലാത്ത വല്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ണി അത് മറക്കണം. ഇപ്പൊ എൻ്റെ കൂടെ വരണം. പ്ലീസ്. അരവിന്ദ, അരവിന്ദ,
അറിയുന്ന താനെപ്പോഴാ വന്നേ? 2 മണിക്കൂറായാലേ ഞാൻ വന്നിട്ട്. എന്നിട്ടെന്താ വിളിക്കാഞ്ഞേ? പുറത്താരെയും കണ്ടില്ല. മിനിഞ്ഞാന്നല്ലേ പുറകിലേക്ക് 2 ടയർ വാങ്ങിച്ചത്? അതെ. എന്നിട്ട് അതല്ലോ ഇപ്പൊ കിടക്കുന്നത്. പുറകിലാ? അത് തന്നെയാണല്ലോ കിടക്കണത്. എടോ, ഇത് തേഞ്ഞ ടയറല്ലേ? വണ്ടി ഓടിയാ പിന്നെ ടയർ തേയാണ്ടിരിക്കൂ? 2 ദിവസം കൊണ്ട് ടയർ തേഞ്ഞു പോവോ? താനത് ആർക്കാ വിറ്റേ? ഞാനോ? വിറ്റെന്ന? സാറേ, നമ്മൾ വണ്ടി വല്ലയിടത്തും കൊണ്ട് പാർക്ക് ചെയ്യും. ആരെങ്കിലും വന്ന് ടയർ മാറ്റിക്കൊണ്ടു. ഈ കാലത്ത് കാറ് തന്നെ എടുത്തുകൊണ്ട് പോകണം, പിന്നെ ഇനി ടയർ. ഈ ടയർ ഏത് തെണ്ടിയുണ്ടാവും മാറ്റിക്കൊണ്ട്? 2 ദിവസം മുമ്പല്ലേ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചത്? അതെ. പിന്നെങ്ങനെ 20 കിലോമീറ്റർ ഓടിപ്പോ വണ്ടി നിന്നത്? വണ്ടി വർക്ക്ഷോപ്പിൽ കയറേണ്ട സമയം കഴിഞ്ഞു. അത് തന്നെ. അത് ശരി. താനേ കോളേജ് വിട്ട് വരുമ്പം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ട്രിപ്പ് അടിക്കാറുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിലേക്കാ? ഓ, ഞാനാ? അങ്ങനെയില്ല. പിന്നെ എങ്ങനെയുണ്ട്? ഞാൻ വല്ലപ്പോഴും കാലടിച്ചു വരുമ്പോ പാവങ്ങളും കൈ കാണിക്കാറുണ്ട്. ഒരു സഹായം എന്ന് കരുതി ഞാൻ അവരെ കയറ്റാറുണ്ട്. അത് തെറ്റാ? അത് തെറ്റല്ല. പക്ഷെ കാശ് വാങ്ങിക്കുന്നതോ? ഇല്ല, അങ്ങനെയില്ല. പിന്നെ എങ്ങനെയുണ്ട്? സന്തോഷത്തോടെ ആരെങ്കിലും എന്തെങ്കിലും തന്നാ ഞാൻ മേടിക്കാറുണ്ട്. അരവിന്ദ, എന്തേ? ഇതെന്താണാവത്? ഈ കാറ് തന്റേതാണെന്നും ഞാൻ സർട്ടിഫിക്കറ്റ് തിരുത്തി പ്രൊഫസർ ആയതാണെന്നും താൻ കോളേജിലെ പിള്ളേരോട് പറഞ്ഞോ? കോളേജിലെ പിള്ളേർ? ഞാൻ പറഞ്ഞു. പറഞ്ഞു. അത് ശരിയാണോ? അല്ല. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? സാറിന് അറിയാലോ ഞാൻ ഒരു നേരം പോക്കാരനാണെന്ന്. പിള്ളേരെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു നേരം പോക്ക് പറഞ്ഞു. അത് ശരി. മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണെന്ന് താന്റെ ഭാര്യയോട് പറഞ്ഞു? പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? സാറേ, ഈ ആണുങ്ങളായിട്ട് ഡീൽ ചെയ്യാൻ. പക്ഷെ ഈ പെണ്ണുങ്ങളായിട്ട് കൊച്ചുവർത്താനം പറയാനോ ചിരിച്ചു കളിക്കാനോ എന്നെ കിട്ടില്ല. ഗുരുവായൂരപ്പൻ കടാക്ഷിച്ച് ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായിട്ടില്ല. പിന്നെ താൻ ആ മാളൂനോട് പറഞ്ഞതോ? എന്തോ ആരും കണ്ടു വിളിക്കണ്ടല്ലോ. ആരും വിളിച്ചില്ല. ഇവിടെ നിക്ക്. താൻ എന്താ മാളൂനോട് പറഞ്ഞേ? മാളുവാ? ഇവിടുത്തെ ജോലിക്കാരി. ആ കുട്ടിയുടെ പേര് മാളുന്ന? ആട്ടെ, എന്തു പറഞ്ഞു? താൻ അവളെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചോളാന്ന. ആ കുട്ടി ഇവിടെ ഉണ്ട്. വിളിക്കാം. മാളു, വിളിക്കണ്ട, വേണ്ട. ആ കുട്ടിക്കൊരു കല്യാണക്കാരെ ആലോചിക്കാന്ന് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. ചോറ് തരുന്ന കൈക്ക് ചെറിയൊരു നന്ദി. എന്നാ അരവിന്ദനൊരു കാര്യം ചെയ്യേ, വീട്ടിലേക്ക് പൊക്കോ. അപ്പോ ഞാൻ എന്നാ വരണ്ടേ? തന്നെ ഞാൻ പിരിച്ചു വിട്ടിരിക്കുന്നു. എന്താ കാരണം? തന്നെ എനിക്ക് വിശ്വാസമില്ല, അത് തന്നെ. സാറേ, ഞാനൊന്ന് ചോദിക്കട്ടെ. ടയറ്, പെട്രോള്, ട്രിപ്പ്, പ്രൊഫസർ, കല്യാണം, അതല്ലാണ്ട് ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് ഞാൻ സാറിന്റെ പെമ്പർനോത്തി അടിച്ചുകൊണ്ട് പോവേ, മോളെ പഴപ്പിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ അരവിന്ദനെ പിരിച്ചു വിട്ടാൽ ഓൾ ഇന്ത്യ ഹൗസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അരവിന്ദൻ നിയമത്തിന്റെ വഴി നോക്കാം. അരവിന്ദനെ ശരിക്കറിയില്ല. തനിക്ക് എന്നെ ശരിക്കൂടാ. താൻ എന്താ വിചാരിച്ചേ? ഞാൻ ഒരു കഞ്ഞി പട്ടരാന്നോ? അടിച്ച് ആ മോതിര ഷേപ്പ് മാറ്റിക്കളയും. എടുക്കണോ വാക്കോല്? വെക്കണോ കയ്യില്? ആവോ, നമുക്ക് കുരുക്ഷേത്രത്തിൽ വെച്ച് കാണാം. തോമസേ, പോട്ടെ, ഒക്കെ പോട്ടെ. എന്റെ പേര് തോമസ് ആണെന്ന് സാറിന് മനസ്സിലായി? താൻ ഇവിടെ വന്ന ദിവസം തന്നെ തന്റെ പേരും നാളൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ എങ്ങനെയെങ്കിലും പിഴച്ചു പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇനിയും താൻ ഇവിടെ നിന്നാൽ ഈ കാറും ഈ വീടും താൻ എന്നെ കൊണ്ട് വിപ്പിക്കും. അതുകൊണ്ടാ. സാറേ, ചെറിയൊരു അപേക്ഷയുണ്ട്. ഞാൻ പുറത്ത് എവിടെങ്കിലും പോയി ചുറ്റിപ്പറ്റി ജീവിച്ചോളാം. പക്ഷേ ഈ കാര്യം പുറത്ത് പറയരുത്. ആട്ടെ, താൻ സന്തോഷമായിട്ട് പോയിട്ട് വാ. ഞാൻ പോട്ടെ. തോമസേ, അയ്യോ, റാങ്ക് കിട്ടുമ്പോ പകുതി മാർക്ക് എനിക്കാ. ഞാനാ പഠിക്കാൻ കൂട്ടിരുന്നത്. പിന്നെ നീ കൂട്ടിരുന്നത് കൊണ്ട് ചിലപ്പോ റാങ്ക് നഷ്ടപ്പെട്ടെന്നിരിക്കും. അല്ലേലും ഈ റാങ്ക് വാങ്ങുന്നവരൊക്കെ അങ്ങനെ പറയൂ. അതൊരു സ്റ്റൈല്. പക്ഷേ ഉണ്ണിയിട്ട് തോറ്റുപോണേന്നാ എന്റെ പ്രാർത്ഥന. അതെന്താ?
എങ്കിലേ എന്റെ പുറകെ കിടന്ന് കറങ്ങൂ. റാങ്ക് ഒക്കെ വാങ്ങുമ്പോ പിന്നെ വലിയ പത്രാസടിച്ച് നല്ല പെമ്പിള്ളേരെ നോക്കി പോവൂലേ? നമ്മളെയൊക്കെ മറക്കൂലേ? മഹാകള്ളന്മാരാ ഈ ആണുങ്ങളൊക്കെ. ഒരിക്കൽ പൂക്കൾ വിടർത്തി നിന്നിരുന്നവയാണ് ഈ മരങ്ങൾ. ഗ്രീഷ്മം പോയി ശിശിരം വന്നപ്പോൾ ഇലകൾ കൊഴിഞ്ഞിരിക്കുന്നു. വസന്തം പോലെ എനിക്കിഷ്ടമാണ് ശിശിരവും. തളിരുണ്ണാൻ വരുന്ന കൊച്ചു കിളികളും അവയുടെ പാട്ടും നമ്മുടെ കൊച്ചു കൊച്ചു ഇണക്കവും പിണക്കവും പോലെ. ഋതുക്കൾ മാറി വന്നാലും ഇനി എത്ര വർഷങ്ങൾ കടന്നു പോയാലും നാം ഈ ശിശിരം എന്നെങ്കിലും മറക്കുമോ? എന്നും നമുക്കിങ്ങനെ കാമുകി കാമുകന്മാരായിരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ കുളിർതെന്നലും പക്ഷികളും മർമരമുണർത്തുന്ന മരങ്ങളും എന്നും നമുക്ക് കൂട്ടിന് വന്നെങ്കിൽ. നിന്റെ ഈ വാചകോടി ഒന്ന് നിർത്താമോ? നിനക്ക് ഈ നാവ് തന്ന ദൈവം ശരിക്കും ക്രൂരനാണ്. ഉണ്ണേട്ടൻ എന്നെ അത്രയ്ക്ക് വെറുത്തോ? എത്ര നാളാ നമ്മളിങ്ങനെ വാചകടിച്ച് നടക്കുന്നത്? 2 ദിവസം കഴിഞ്ഞ ഉണ്ണേട്ടന്റെ എക്സാം തീരും. പിന്നെ വെക്കേഷനായി. ഈ ഒരു വെക്കേഷന് വേണ്ടി എത്ര നാളായി ഞാൻ കൊതിക്കുന്നെന്നോ. അപ്പോ എന്നെ വിട്ട് പിരിയാൻ തിടുക്കമായി അല്ലേ? അതുകൊണ്ടല്ല, സുഖമില്ലാതെ കിടക്കുന്ന എന്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ എനിക്ക് കൊതിയാവുന്നു. എന്നെ കൂടെ കൊണ്ടുപോകുമോ അമ്മയുടെ അരിയിലേക്ക്? അമ്മയെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകും. നാദസ്വരമേളവും കുരവയും ഇട്ട് ആർപ്പ് വിളിക്കുന്ന ഒരു നാൾ. ഈ കൊച്ചു കഴുത്തിൽ മാലയിട്ട് എന്റെ അമ്മയുടെ അരികിലേക്ക് കൊണ്ടുപോകും. ആ നാളെത്താൻ എനിക്ക് തിടുക്കമായി. ഓ, ഉണ്ണി പുറപ്പെടുകയായി അല്ലേ? അല്ല, ഇപ്പൊ പോകണ്ടെന്ന് പറയാൻ ഞങ്ങളാരാ അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത് സർ. ഉണ്ണിയുടെ ഈ പ്രകൃതം ഞങ്ങൾക്കൊക്കെ ഇഷ്ടായി. അതുകൊണ്ടായിരിക്കും ഉണ്ണി പോകുമ്പോ മനസ്സിന് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. സാരമില്ല, ഇതൊക്കെ ജീവിതത്തിൽ നടക്കേണ്ടതല്ലേ. കുറെ തെറ്റുകൾ എന്നിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. നാട്ടിൽ പോയി കൂലിവേല ചെയ്ത് ജീവിക്കാനായിരുന്നു എന്റെ വിധി. എന്നെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചത് സാറിന്റെ സ്നേഹം ഒന്ന് മാത്രമാണ്. എന്റെ ജീവിതം മുഴുവൻ തന്നാലും ആ കടപ്പാട് തീരില്ല. ഏയ്, നിനക്ക് നല്ലതേ വരൂ. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കും. മോളെ, കാർ എടുത്തോളൂ. വേണ്ട ഡാഡി, ഉണ്ണേട്ടൻ ബസ്സിലാ പോകുന്നത്. റോഡ് വരെ ഞങ്ങൾ നടന്നു പോയിക്കോളാം. ആ, ഇനി എന്നാ നമ്മൾ കാണുക? റിസൾട്ട് അറിഞ്ഞാലുടൻ ഞാൻ വരും. അതുപോരാ, അടുത്ത ആഴ്ച വരണം. വീണ എന്തായി പറയുന്നത്? വീട്ടിൽ 100 കൂട്ടം ജോലിയില്ലേ? പിന്നെ എനിക്കതൊന്നും അറിയണ്ട. എനിക്കെപ്പോഴും എന്റെ ഉണ്ണേട്ടനെ കണ്ടുകൊണ്ടിരിക്കണം. അതിനല്ലേ ഞാൻ എന്റെ ഫോട്ടോ വന്നിരിക്കുന്നത്. വീണേ, യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ നാം എപ്പോഴും തയ്യാറാവണം. തുള്ളിച്ചാടി നടക്കാൻ നമ്മളിപ്പോഴും കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ. എനിക്ക് ഫിലോസഫി ഒന്നും കേൾക്കണ്ട. വീട്ടിൽ ചെന്നാലുടനെ എന്റെ കാര്യം അമ്മയോട് പറയണം. മരുമകള് മഹാ അധിക പ്രസംഗിയാണെന്നൊന്നും പറഞ്ഞേക്കരുത്. ദിവസവും ഓരോ ലെറ്റർ എനിക്ക് അയക്കണം. മറക്കോ? ഇല്ല, വരട്ടെ. രാമ 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 പാഹിം രാമപാദം ചേരണി ഹരി മുകുന്ദ പാഹിമ രാമ 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 രാമപാദം ചേ. ആരത്? രാമ 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 പാഹിമ രാമപാദം ചേരണി ഹരി മുകുന്ദ പാഹി. ആരത്? എന്നെ പറ്റിക്കാൻ വന്നിരിക്കുകയാണോ? ലക്ഷ്മിക്കുട്ടി. ഉണ്ണീട്ടൻ. അമ്മേ,
എന്താടാ ഇത്ര വൈകിയത്? എത്ര നേരമായി ഞാനും ലക്ഷ്മി കൂടെ പഠിക്കാൻ വന്ന് കാത്തു നിൽക്കുന്നതെന്ന് അറിയാമോ? ബസ് അല്പം വൈകിപ്പോയമ്മേ. മോളെ, നിന്റെ ഉണ്ണിയേട്ടൻ എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്ക. ഉണ്ണിയേട്ടൻ എന്താ ഇപ്പൊ കഴിക്കുക? പട്ടണത്തിൽ നിന്നൊക്കെ വരികയല്ലേ, ഞങ്ങൾ കൊടുക്കുന്നൊന്നും ഇഷ്ടാവില്ലേ? ഏടി വലിയ പത്രാസൊന്നും അടിക്കണ്ട. ഒന്നും തരാൻ മനസ്സില്ലെങ്കിൽ അത് പറ. കണ്ടു അമ്മ ഉണ്ണിയേട്ടൻ പറയണത്. നിനക്ക് തരാൻ ലക്ഷ്മി എന്തെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അറിയാമോ? അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസം ഇരിപ്പുണ്ട്. ആദ്യം മധുരം തന്നെ ആവട്ടെ. അമ്മയുടെ ഇഷ്ടം. ശരി, ഞാനിപ്പോ പോയി എടുത്തോണ്ടിരാം. പിന്നെ എന്തൊക്കെ ഉണ്ടമ്മേ വിശേഷങ്ങൾ? എനിക്കെന്ത് വിശേഷം? നിന്നെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? 1ാം ക്ലാസ് കിട്ടുമോ? കിട്ടുമേ. ആ, ലക്ഷ്മിക്കുട്ടി ഇപ്പോ സുന്ദരിയായിട്ടുണ്ടല്ലേ അമ്മേ? പോവും മീട്ട. അമ്പലത്തിൽ പോയപ്പോ എനിക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിച്ചോ? നിനക്ക് വേണ്ടി അവള് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല, നേരാത്ത വഴിപാടുകളില്ല. അമ്മ ചുമ്മാ പറയുന്നതാ. നിന്നെ എനിക്കറിഞ്ഞൂടെ? ഇതാ ബാക്കി ലക്ഷ്മിക്കുട്ടി കുടിച്ചോളൂ. മോനെ, പരീക്ഷാഫലം എന്നാ അറിയാ? അധികം നീളില്ലമ്മേ. ജയിച്ചാൽ ഉടനെ ഒരു ജോലി കിട്ടുമോ? ഞാൻ 1-2 ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. റിസൾട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും കിട്ടാതിരിക്കില്ലമ്മേ. അമ്മയ്ക്ക് പഴയ പോലെ സുഖമില്ലെന്ന് നിനക്കറിയില്ലേ? നമുക്ക് നാളെ തന്നെ ഒരു ഡോക്ടറെ കാണാമേ. അതുകൊണ്ടൊന്നും ആയില്ല. എന്റെ കാര്യമല്ല പറഞ്ഞു വന്നത്, ലക്ഷ്മിക്കുട്ടിയുടെ കാര്യം. ഞാൻ പോയാ പിന്നെ അവക്കാരാ? എന്റെ അപ്പുണ്ണം പോകുമ്പോ അവൾ എന്നെയാ ഏൽപ്പിച്ചത്. അവൾക്ക് ഞാൻ ഇതുവരെ കണ്ണീര് നൽകിയിട്ടില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി അവളുടെ കണ്ണ് നിറയാൻ. ലക്ഷ്മിക്ക് നല്ലൊരു ജീവിതം നൽകണമെന്ന് എനിക്കും കൊതിയുണ്ടമ്മേ. ഒരു ജോലി കിട്ടിയിട്ട് വേണം അവളുടെ കണ്ണിന്റെ ചികിത്സ നടത്താൻ. അത് കഴിഞ്ഞ് അവളെ നല്ലൊരു ചെറുപ്പക്കാരന്റെ കൂടെ എനിക്ക് പറഞ്ഞയക്കണം. നീ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്റെ അച്ഛൻ ലക്ഷ്മിയുടെയും നിന്റെയും കല്യാണം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതാ. എനിക്കാണെങ്കിൽ തീരെ സുഖമില്ല, എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കല്യാണം ഉടനെ അങ്ങ് നടത്തണം. അമ്മേ, അത് എന്താണ് നിനക്ക് പുതിയ രാത്? പഠിച്ച് 10 ക്ലാസ്സായപ്പോ കഴിഞ്ഞതെല്ലാം അങ്ങ് മറന്നുപോയോ? ഇനി ഒരക്ഷരം നീ മിണ്ടണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചതാ. എനിക്ക് ലക്ഷ്മിയോട് സ്നേഹമില്ലെന്നാണോ അമ്മേ പറയുന്നത്? എന്റെ ജീവനാണമ്മേ അവൾ. പക്ഷെ ഒരിക്കലും എന്റെ ജീവിത സഖിയായി ഞാൻ അവളെ കണ്ടിട്ടില്ല. നിന്റെ കുറെ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ആണുങ്ങളുടെ മനസ്സ് എത്ര വേഗമാണ് മാറുന്നതെന്ന് എനിക്കും അറിയാമടാ. പഠിത്തം കഴിഞ്ഞ് വന്നപ്പോ നീ ഇത്രയ്ക്കങ്ങ് മാറിയ ഒരു ജോലി കൂടെ കിട്ടുമ്പോഴത്തെ സ്ഥിതി പിന്നെ എന്തായിരിക്കും? ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. എന്റെ മകനായിട്ടാണ് നീ പറഞ്ഞതെങ്കിൽ നീ ലക്ഷ്മിയെ തന്നെ കല്യാണം കഴിക്കും. അമ്മ ആവശ്യമില്ലാതെ രാത്രി കിടന്ന് ബഹളം വയ്ക്കണ്ട. മനസ്സമാധാനമായിട്ട് കിടന്നത് ഉറങ്ങാന്ന് വിചാരിച്ചാൽ അതിന് സമ്മതിക്കില്ലല്ലോ. ഇതറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. വേണ്ടടാ, ഇപ്പൊ തന്നെ ഇറങ്ങി പൊയ്ക്കോ. ഞാൻ പറഞ്ഞ അനുസരിക്കാത്തൊരു മോനെ എനിക്ക് വേണ്ടടാ. ലക്ഷ്മി, വേണ്ട, എന്റെ അടുത്ത് ഇപ്പൊ ആരും വരണ്ട. ലക്ഷ്മി, നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്നാ ഞാൻ കരുതിയത്. എനിക്കറിയാവുന്ന പോലെ ഉണ്ണിയേറ്റിനെ മറ്റാർക്കും അറിയില്ല. ഞാൻ ഒന്നും മറന്നിട്ടില്ല. നമ്മുടെ കുട്ടിക്കാലം, അന്ന് എനിക്ക് കണ്ണുണ്ടായിരുന്നു, എല്ലാം കാണാമായിരുന്നു. ഉണ്ണിയേറ്റിന് ഓർമ്മയുണ്ടോ? ഒരു ദിവസം ഞാൻ പറഞ്ഞത് കേട്ട് പറമ്പിലെ പാലമരത്തി പൂവറിക്കാൻ കയറിയതും അതിന്റെ കമ്പൊടിഞ്ഞ് ഉണ്ണിയേട്ടൻ താഴെ വീണ് മേലാകെ ചോര പൊടിഞ്ഞപ്പോ അമ്മ കാണാതെ പത്തായത്തിൽ കയറി ഒളിച്ചിരുന്നത്. ഒടുവിൽ അമ്മ കണ്ടുപിടിച്ചപ്പോ ഉണ്ണിയേട്ടനെ തല്ലിയത്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷെ അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? എന്നും അമ്മയ്ക്ക് നിന്നോടായിരുന്നു സ്നേഹം. കോളേജിൽ പഠിക്കാൻ പോകുന്ന ആൺകുട്ടികളൊക്കെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുമായി ലോകത്തിലാവുമെന്ന് കൂട്ടുകാരികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഉണ്ണിയേട്ടൻ അങ്ങനത്തെ ആളല്ലെന്ന് ഞാൻ വിശ്വസിച്ചു. അതിനിപ്പോ എന്തുണ്ടായെന്നാ നീ പറയുന്നത്? ഇന്നലെ ഉണ്ണിയേട്ടൻ അമ്മയോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഉണ്ണിയേട്ടനെ നോക്കി ഞാൻ എത്ര നാളായി കാത്തിരിക്കുകയാണെന്നോ. സാരമില്ല,
ഒക്കെ വിധിയാണ്. ഇല്ലെങ്കിൽ ദൈവം എന്റെ കണ്ണ് ഈ വിധത്തിലാക്കുമായിരുന്നില്ലല്ലോ. ഉണ്ണേട്ടന്റെ ഇഷ്ടം പോലെ എല്ലാം ചെയ്തോളൂ. ഞാൻ ഇങ്ങനെ കഴിഞ്ഞോളാം. എന്നെ പോലൊരു കുരുടിക്ക് ഇതിൽ കൂടുതലൊന്നും മോഹിക്കാൻ പാടില്ലല്ലോ. എവിടെയായാലും ഉണ്ണേട്ട് സുഖമായിട്ടിരിക്കണം. അത് മാത്രമാണ് എന്റെ ആഗ്രഹം. സ്നേഹം നിറഞ്ഞ ഉണ്ണികൃഷ്ണന് എമ്മയുടെ റിസൾട്ട് കിട്ടി. എന്റെ ആഗ്രഹം സഫലമായി. നിനക്കൊന്നാം റാങ്കുണ്ട്. നിനക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. അമ്മേ, ആ ഉണ്ണികൃഷ്ണനോ? വരണം വരണം. ഞാൻ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ഒരു റാങ്ക് വാങ്ങി പാസ്സാകണമെന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. താനത് നേടി. വെട്ടുക്കാൻ തന്റെ വിജയം ഞാൻ ആഘോഷിക്കുകയായിരുന്നു. കൂടുന്നോ? ഇപ്പൊ സ്റ്റുഡന്റ് ഒന്നും അല്ലല്ലോ, പിന്നെന്താ കൂടിയാൽ? വേണ്ട സർ, സാറിന്റെ അനുഗ്രഹം മാത്രം മതി. അതുണ്ട്, എന്നുമുണ്ട്. പക്ഷെ എന്നെ കുറിച്ചുള്ള ഈ നല്ല ഓർമ്മകളുണ്ടല്ലോ, അത് ഒരിക്കലും താൻ നശിപ്പിക്കരുത്. അതേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഞാനത് ഒരിക്കലും നശിപ്പിക്കില്ല സർ. വീണ ഇവിടെ ഇല്ലേ സർ? ആ ഉണ്ണി, വീണ എന്റെ മകളാണ്. പക്ഷേ നിന്നോടായതുകൊണ്ട് പറയാണ്, ഉണ്ണി ഇവിടുന്ന് പോയതിനു ശേഷം അവൾ ഞങ്ങൾ രണ്ടുപേരുടെയും നിയന്ത്രണത്തിലല്ല. പട്ടണത്തിന്റെ വൃത്തികെട്ട പരിഷ്കാരങ്ങൾ അവളെ ആകെ വഴിതെറ്റിച്ചിരിക്കുകയാണ്. അവളാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. മുകളിലുണ്ട്, കാണാം വീണയുടെ പുതിയ മുഖം. പിന്നെ തനിക്ക് നല്ലൊരു ഭാവിയുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് ഒരു നല്ല ജീവിതം നശിപ്പിക്കുന്നു. ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. കൺഗ്രാറ്റുലേഷൻസ്, റാങ്ക് കിട്ടിയെന്നറിഞ്ഞു. നീ എന്താ ഇവിടെ കാണിക്കുന്നത്? എന്താ വിളിച്ചത്? നീ എന്നോ? നിങ്ങളുടെ മടിയിലിരുത്തിയാണോ എനിക്ക് പേരിട്ടിരിക്കുന്നത്? നോൺസെൻസ്. വീണേ, നിനക്ക് എന്ത് സംഭവിച്ചു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇവിടെ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഞങ്ങൾ ഫ്രണ്ട്സ് ഡാൻസ് ചെയ്യുന്നു. വേണ്ട, നീ മറ്റുള്ളവരൊപ്പം ഡാൻസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം തുള്ളാൻ ഞാനൊരു കളിപ്പാവയൊന്നുമല്ല. വീണേ, നീ കഴിഞ്ഞതെല്ലാം മറന്നോ? നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കാൻ വരെ നിശ്ചയിച്ചിരുന്നല്ലേ? കോളേജിൽ പഠിക്കുമ്പോ അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും. അതൊക്കെ കയറി അങ്ങ് വിശ്വസിച്ച് അതിൽ മയങ്ങി വീണ നിങ്ങൾ ശരിക്കും ഒരു വിഡ്ഢി തന്നെയാണ്. യുവർ കോളേജ് ലൈഫ് ഈസ് ഓവർ. പക്ഷേ എനിക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏറ്റവും പുതിയ കൂട്ടുകാരുമായി ഞാൻ കൂട്ടുകൂടും, ഡാൻസ് ചെയ്യും, അങ്ങനെ പലതും ചെയ്യും. ഇവരൊക്കെ എന്നെ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് പറയേണ്ടത് ഞാനാണ്. അനുവാദമില്ലാതെ എന്റെ വീട്ടിൽ കയറി വന്നതും പോരാ, എന്നോട് ശബ്ദിക്കരുതെന്നോ? നൗ യു ക്യാൻ ഗോ.
പോയ കാര്യങ്ങളൊക്കെ എന്തായടാ? നീ ഉച്ചയ്ക്ക് ഉണ്ടിട്ടാണോ വന്നത്? ലക്ഷ്മി, എന്താ അമ്മേ? നീ ഇവന് വല്ലതും കൊടുക്ക. എനിക്കൊന്നും വേണ്ട. നീ എന്താ വല്ലാതിരിക്കുന്നേ? അമ്മേ, ഞാൻ അമ്മയോട് ഒരു കാര്യം പറയട്ടെ? എന്താ മോനെ? ഇത്രയും തളർന്ന അവസ്ഥയില് നിന്നെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ. അമ്മയുടെ ആഗ്രഹത്തിനെതിരായി ഈ മോൻ ഇനി ഒന്നും ചെയ്യൂലമ്മേ. എന്റെയും ലക്ഷ്മിയുടെയും വിവാഹം ഉടനെ നടത്തി തരണം. മോനെ, ഒരാഴ്ച കഴിഞ്ഞ് വന്ന് കാണും. ശരി സർ, താങ്ക്സ്. വരണം. ഇരിക്കൂ. ഇത് ലക്ഷ്മി. കണ്ണിന് കാഴ്ചയില്ല. എത്ര കാലമായി തുടങ്ങിയിട്ട്? കുട്ടിക്കാലത്തെ ഞങ്ങൾ ഓടിക്കളിച്ച് വളർന്നവരാണ്. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ലക്ഷ്മി 6ാം ക്ലാസ്സിൽ പഠിക്കായിരുന്നു. ഒരു ദിവസം കണ്ണിന് ചെറിയൊരു മങ്ങല് തോന്നി. ക്രമേണ അത് വലുതായി. ഒടുവിൽ ലക്ഷ്മിയുടെ കാഴ്ച ക്രമേണ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ പാവങ്ങളായിരുന്നതിനാൽ വലിയ ഡോക്ടേഴ്സിനെ ഒന്നും കാണിക്കാൻ ഞങ്ങൾക്കന്ന് കഴിഞ്ഞില്ല ഡോക്ടർ. എത്ര കാലം ആയെന്ന് പറഞ്ഞില്ലല്ലോ. 7 വർഷമായി. വൈഫാണല്ലേ? അതെ ഡോക്ടർ. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ അടുത്തൊരു ഓഫീസ് ജോലി ചെയ്യാണ്. വെരി ഗുഡ്. നിങ്ങളെപ്പോലുള്ള ഒരു നല്ല ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിക്ക് ജീവിതം കൊടുത്തതിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ബട്ട് എന്താ ഡോക്ടർ? ചികിത്സ കൊണ്ടൊന്നും ഈ കുട്ടി കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. എന്ന് കരുതി പൂർണ്ണമായും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുമില്ല. ആരെങ്കിലും കണ്ണ് ഡൊണേറ്റ് ചെയ്താൽ ഈ കുട്ടി കാഴ്ച തിരിച്ചു കിട്ടും. അതിപ്പോ അങ്ങനെ സന്മനസ്സുള്ളവരുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിവരം അറിയിക്കാം. ഓക്കെ? താങ്ക് യു ഡോക്ടർ. ലക്ഷ്മി, നമുക്ക് പോവാം. ചേച്ചി ചേച്ചി, ഒരു കത്തുണ്ട്. ആരുടെ കത്താടാ? അറിയില്ല, ഉണ്ണിയാനുള്ളതാ. നീ ഒന്നിങ്ങി വന്നേ. എന്താ ചേച്ചി? നീ 8-ലല്ലേ പഠിക്കുന്നത്? അതെ. നിനക്ക് വായിക്കാൻ അറിയാമോ? അറിയാം. അപ്പ ആ കത്തൊന്ന് പൊട്ടിച്ചു വായിച്ചേ. ഉണ്ണിട്ട് വന്നിട്ട് വഴക്കുണ്ടാക്കില്ലേ? പോടാ പൊട്ടാ, നിനക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. ഞാൻ വായിച്ചോളാം. പക്ഷെ കത്ത് പൊട്ടിച്ചത് ഞാനാണെന്ന് ഉണ്ണിയനോട് പറയല്ലേ? ഞാൻ പറയില്ല, നീ അവിടെ നിന്ന് വായിച്ചാ മതി. എന്റെ ഉണ്ണിയേട്ടന് വീണ എഴുതുന്ന കത്ത്. നിർത്തണം. എന്താ നീ വായിക്കുന്നത്? ഇതിൽ എഴുതിയിരിക്കുന്ന വായിക്കുന്നത്. ഇപ്പൊ വായിക്കണോ? വായിക്ക. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ തന്നെ കൂടിയോ? എന്താ ഒന്ന് വീട് വരെ വരാത്തത്? നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആ കണ്ണുകുട്ടിക്ക് ഒന്നും അറിയില്ല. പാവം. എനിക്ക് വിശേഷങ്ങളൊന്നുമില്ല. ഡാൻസും പാട്ടും സുഹൃത്തുക്കളുമായി ചുറ്റിയടിക്കുകയാണ്. നേരം പോണെന്ന് അറിയുന്നതേ ഇല്ല. വാട്ട് എ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന സ്വന്തം വീണ.
ആരാ ചേച്ചി ഈ വീണ? എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നെ? അയ്യേ, വാ നമുക്ക് പോ. അമ്മേ, അമ്മേ. ലക്ഷ്മി, ലക്ഷ്മി, അമ്മേ, കുടിക്കാൻ കുറച്ച് വെള്ളം. നീ എവിടെ ആയിരുന്നല്ലോ എത്ര നേരം? എന്താ അമ്മ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? നിന്നെ കുറിച്ച് ഞാൻ നല്ലതേ ചിന്തിച്ചിട്ടുള്ളൂ. നീ കോളേജിൽ പോകുമ്പോഴും ചീത്തയാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ലക്ഷ്മിയെ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ ആദ്യം നീ വൈമനസ്യം കാണിച്ചപ്പോഴേ ഞാൻ സംശയിച്ചതാ. പക്ഷെ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തിയ ശേഷവും മറ്റൊരു പെണ്ണിന്റെ പുറകെ നടക്കുന്ന നിന്നെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? നീ എന്റെ വയറ്റിൽ പറക്കേണ്ടവനല്ലായിരുന്നു. അമ്മ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അമ്മ ഈ പറയുന്നത്? നിനക്ക് മനസ്സിലാവില്ലടാ. ഇത് നോക്കടാ. അമ്മ ഇത് ചതിവാണമ്മേ. അമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ഇതും വിശ്വസിക്കേണ്ടി വന്നു. അമ്മേ, അമ്മയെ വിശ്വസിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കോളേജിൽ പഠിക്കുമ്പോ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. ലക്ഷ്മിയെ കല്യാണം കഴിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ ഞങ്ങൾ പിരിഞ്ഞതുമാണ്. ഇത് സത്യമാണമ്മേ, ഇത് സത്യമാണമ്മേ. മിസ്റ്റർ ഉണ്ണികൃഷ്ണനല്ലേ? അതെ. ഡോക്ടർ ശിവരാജാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ വൈഫ് ലക്ഷ്മിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. ഞങ്ങളിത് എത്തിക്കഴിഞ്ഞു ഡോക്ടർ. ആ, മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഇരിക്കൂ. എങ്ങനെയുണ്ട് ഡോക്ടർ ലക്ഷ്മിക്ക്? ഓപ്പറേഷൻ സക്സസ് ആണോ? വിഷമിക്കാതിരിക്കും, എല്ലാം ശരിയാകും. ലക്ഷ്മിയുടെ ബോധവും തെളിഞ്ഞോട്ടെ. ഉണ്ണികൃഷ്ണൻ ധൈര്യമായിട്ട് പോയിക്കോളൂ. താങ്ക് യു ഡോക്ടർ. ഹലോ. ആ, മെല്ലെ കഴിക്കും. ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് ഇരിക്കൂ. ലക്ഷ്മിക്ക് ഇതാരാണെന്നറിയാം? അറിയാം, എന്റെ ഉണ്ണിയേട്ടൻ. ലക്ഷ്മി, ഇതാണ് നിനക്ക് കണ്ണിൽ തന്ന ഡോക്ടർ. ഇനി ഒരു കുഴപ്പവും വരില്ല. ഒരാഴ്ചക്കകം ലക്ഷ്മിക്ക് വീട്ടിലേക്ക് പോകാം. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഡോക്ടർ. തൽക്കാലം റെസ്റ്റ് എടുക്കും. ഞാൻ പിന്നീട് വന്ന് കാണാം. ഓക്കെ ഡോക്ടർ. ഇല്ല, ഇന്ന പ്രശ്നമില്ല. ഓക്കെ, വിട്ടാ മതി. എനിക്ക് എവിടെങ്കിലും ഒന്നിരിക്കണം. മരത്തിന്റെ മുകളിലിരിക്കാം. വീഴാതെ പിടിച്ചോ. ഇല്ല, നല്ലോണം വീഴല്ലേ വീഴല്ലേ. താങ്ക് യു സർ. അങ്ങനെയാണ്. എന്താ 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 ഇത്? നിങ്ങൾ പോക്കോളൂ, ഞാൻ നോക്കിക്കോളാം. വാടാ വാടാ, നമുക്ക് പോവാം. എന്താ സാർ ഇത്? ആരെങ്കിലും കണ്ടാൽ? വരൂ സാർ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, വരൂ സാർ. വേണ്ട. സാറിന്റെ ഉണ്ണികൃഷ്ണനല്ലേ സാർ വിളിക്കുന്നത്? പ്ലീസ് വരൂ സാർ.
ശരി. ആ. സാർ സാർ വീടെത്തി ഏ? വീടെത്തി. ആ. പതുക്കെ, പതുക്കെ, ആ. പതുക്കെ. ആ. ഓക്കെ. സാർ ഞാൻ പൊക്കോട്ടെ? കേറുന്നില്ലേ? ഇല്ല സാർ, എനിക്ക് വീണയെ ഫേസ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കേറുന്നില്ലല്ലേ? എവിടെയായിരുന്നു ഇത്രയും നേരം? നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? എനിക്കെല്ലാം അറിയണം. വീണ നിങ്ങളുടെ ആരാ? ഇത്രയും കാലം എന്നിൽ നിന്നെല്ലാം മൂടി വെച്ചു. കുരുടിയല്ലേ, എന്തു ആകാലോ. ഇനി ആരെങ്കിലും ഒരാൾ മതി. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൾ. ലക്ഷ്മി, ഞാൻ എല്ലാം നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ, എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുമല്ലോ. ഛേ, എന്ത് കഷ്ടമാണ് നോക്കണേ. ഓഫീസിൽ നിന്ന് വന്ന ഡ്രസ്സ് മാറാൻ പോലും അനുവദിക്കില്ലല്ലോ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എന്റെ ബാക്കി കാര്യം എന്താ? ഇത് ഞാനിത് കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോ? കുന്തം, എന്ത് നാശമായത്. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ, വാതില് തുറക്കാൻ തുറക്കാനാ പറഞ്ഞത്. ഉണ്ണിയേട്ടാ, സാറിനൊരു എഴുത്തുണ്ട്. കുറെ നാളായല്ലോ കണ്ടിട്ട്. സുഖം തന്നെയല്ലേ? ആ. സ്നേഹം നിറഞ്ഞ ഉണ്ണികൃഷ്ണന്, അന്ന് ഞാൻ കുറച്ചധികം മദ്യപിച്ചിരുന്നു. റോഡിൽ നിന്നും സുരക്ഷിതമായി എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് നന്ദി. ജോലി കിട്ടി കല്യാണം കഴിഞ്ഞ് നീ സുഖമായിട്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. നിന്റെ ഭാര്യയെ കാണാൻ എനിക്ക് കൊതിയുണ്ട്. വരുന്ന സൺഡേ വീണയുടെ ബർത്ത്ഡേ ആണ്. അവളെയും കൂട്ടി നീ വരുമല്ലോ. ഇതാണ് ഔട്ട് ഹൗസ്. ഇവിടെ താമസിച്ചാണ് ഞാൻ പഠിച്ചത്. പ്രേമനാടക അരങ്ങേറിയ സ്ഥലമല്ലേ? പ്ലീസ്, ഇവിടെ വെച്ചെങ്കിലും ഒന്നും പറയാതിരിക്കൂ. പ്രത്യേകിച്ച് വീണയുടെ ഉപയോഗിച്ച്. ഞാനൊന്നും പറയുന്നില്ല. കാമിയുടെ അടുത്ത് അധികനേരം ചുറ്റിപ്പറ്റി നിൽക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് തിരിച്ചു പോകും. അതിപ്പോഴേ പറഞ്ഞേക്കാം. ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാതെ മര്യാദക്കെങ്കിലും സന്തോഷമായി നിൽക്കൂ. വരൂ. ആ, വരൂ വരൂ. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇരിക്കൂ, ഇരിക്കും മോളെ. ഇന്ന് അമ്പലത്തിൽ ചില പ്രത്യേക വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഒരു ദിവസം ക്ഷണിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞത് മുതൽ വീണയെ നിർബന്ധിക്കുമായിരുന്നു. ഇപ്പോഴേ എല്ലാം കൂടെ ഒത്തു വന്നുള്ളൂ. അമ്മ കുറച്ചു നാളായി അവൾക്ക് നല്ല സുഖമില്ല. അതുകൊണ്ട് സർ, വീണയെ കുറിച്ചല്ലേ എനിക്ക് പറയാനുള്ളൂ.
വീടിനെക്കുറിച്ചും ഈ വീടിനെക്കുറിച്ചും ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ഒരാളാണ് ഉണ്ണി. ഉണ്ണിയുടെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ആ കഥകളൊക്കെ കുറച്ചെങ്കിലും ലക്ഷ്മിക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എല്ലാം നിങ്ങൾ പറഞ്ഞിരിക്കണം. അന്ന് ഉണ്ണി പോകുന്ന ദിവസം യാത്രയാക്കാൻ മോളും കൂടെ വന്നില്ലേ? வாமா சாப்பிடலாம், நேரம் ஆச்சுல்ல. ஒரு தரம் கூப்பிட்ட வர மாட்டியே. இரு, நான் போய் அப்பா அனுப்புறேன். இதோ பாருங்க, வீணா மேல படுத்திருக்கா. என்னமோ தெரியல, சாப்பிட கூப்பிட்ட வர மாட்டேங்கிறா. ഉണ്ണി പോയതിന്റെ വിഷമമായിരിക്കും. இப்படி ஒரு பொண்ணு இருக்கா? காலையில சாப்பிடல, மத்தியானம் சாப்பிடல. நீங்களே போய் கூப்பிடுங்க, உங்க பொண்ணு தானே. செல்லம் கொடுத்து கொடுத்து. മതി മതി, നീ ചോറ് വിളമ്പ്, ഞാൻ പോയി വിളിച്ചോണ്ടിരാം. എന്തൊരു കിടപ്പാ മോളെ ഇത്. ഇന്ന് കാലത്ത് ഒന്നും കഴിച്ചില്ല എന്ന് അമ്മ പറഞ്ഞു. എഴുന്നേക്ക്, നമുക്കൊന്നിച്ച് ആഹാരം കഴിക്കാം. മോളെ, മോളെ, ആങ്ങി മോളെ, മോളെ. ഹലോ, പേടിക്കാനൊന്നുമില്ല. എന്നാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്. ദാറ്റ് വിൽ ബി മോർ കൺവീനിയന്റ്. മോക്ക് വിശപ്പ് തോന്നുന്നുണ്ടോ? ഇല്ല. ക്ഷീണം? ഇല്ല, എനിക്കൊരു അസുഖം തോന്നുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ടൊരു ചെക്കപ്പ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. സീരിയസ് ആയിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയും ചെയ്യാം. നമുക്ക് വീട്ടിലേക്ക് പോവാൻ ഡാഡി, എനിക്കിവിടെ പിടിക്കുന്നില്ല. സാറിനെ ഡോക്ടർ വിളിക്കുന്നു. മോള് കുറച്ച് റെസ്റ്റ് ചെയ്തോളൂ,
ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. വല്ലാത്ത ടെൻഷൻ. ഒരു സിഗരറ്റ് തരൂ. എന്താ ഡോക്ടറൊന്നും പറയാത്തത്? എന്താ മോളുടെ അസുഖം? രോഗിയുടെ രോഗവിവരം പൂർണ്ണമായും രക്ഷിതാക്കളെ അറിയിച്ചാൽ മാത്രമേ അവർക്കതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുകയുള്ളൂ. ഞങ്ങളുടെ മനസ്സിലെ ഭാരം അല്പം കുറയുകയും ചെയ്യും. എന്തായാലും റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനക്കരുത്ത് പ്രൊഫസർക്കുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പറയുക, ഹൈപ്പർട്രോപിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോ മയോപ്പതി എന്നറിയപ്പെടുന്ന വളരെ അപൂർവമായ രോഗമാണ് വീണയെ ബാധിച്ചിരിക്കുന്നത്. Now she is a dying patient. ഏത് നിമിഷവും നമ്മൾ അപകടം പ്രതീക്ഷിക്കണം. അമിതമായ സന്തോഷമോ ഉള്ളിൽ തട്ടുന്ന ദുഃഖമോ ഒരിക്കലും അവൾക്കുണ്ടാകാൻ പാടില്ല. ജീവിതത്തെ വളരെ ലാഘവത്തോടെ കാണാൻ കഴിഞ്ഞാൽ മാത്രമേ കുറച്ചുകാലം കൂടി വീണ നമ്മളോടൊപ്പം ഉണ്ടാവും. ഫലപ്രദമായ ചികിത്സകളൊന്നും ഈ രോഗത്തിന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ദേവാലയങ്ങളും ഭക്തിമാർഗങ്ങളും നമുക്കല്പം ആശ്വാസം തരും. ഏതായാലും തൽക്കാലം നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. ഒരവസാനത്തെ വഴിയെന്ന നിലയ്ക്ക് ഓപ്പറേഷൻ ട്രൈ ചെയ്ത് നോക്കാം. രക്ഷപ്പെട്ടാൽ അത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. ഡാഡി, എന്റെ രോഗവിവരം മമ്മി അറിയരുത്. ഒരിക്കലും ഉണ്ണീട്ടനോട് പറയരുത്. ഉണ്ണീട്ടനറിഞ്ഞാൽ അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികേ ചെന്നു കൈതൊഴുതീടിനാർ. മണ്ടോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ, നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോഴനുഭവമിത്തരം മാമകം. മോളെ, ഉണ്ണീട്ടൻ എന്ത് പറ്റി? ഉണ്ണിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. എന്താ മോളെ, നീ ഇങ്ങനെ കരയാൻ തുടങ്ങിയാൽ? സന്തോഷം കൊണ്ടല്ലേ ഡാഡി മോളുടെ കണ്ണ് നിറഞ്ഞത്? ഉണ്ണീട്ടൻ ജയിച്ച ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ഞാനല്ലേ? പെട്ടെന്നുണ്ടായ ഷോക്കിൽ അമ്മ തളർന്നു വീണു. റാങ്ക് കിട്ടിയ വിവരം അറിഞ്ഞ് ഉണ്ണീട്ടൻ വരും. മരിച്ചുകൊണ്ടിരിക്കുന്ന വീണയെ ഇനി ഉണ്ണീട്ടൻ സ്നേഹിച്ചുകൂടാ. ഉണ്ണീട്ടനെ അകറ്റാൻ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. റാങ്ക് കിട്ടിയ വിവരം അറിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ
ഡാഡി ചായ. മോളെ, എന്താ ഡാഡി? ഇന്ന് ഉണ്ണിയുടെ കത്തുണ്ടായിരുന്നു. അവന്റെ വിവാഹം തീരുമാനിച്ചു എന്ന്. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അയാൾ ജീവിതകാലം മുഴുവൻ ദുഃഖിച്ച് നടക്കുമോ എന്നെനിക്ക് പേടിയുണ്ടായിരുന്നു. നന്നായി. ഇപ്പൊ വിഷമിക്കല്ല മോളെ വേണ്ടത്. നമുക്ക് ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മോളെ, മോളെ, എന്താ മോളെ? എനിക്ക് തോന്നുന്നത് നമുക്ക് വീണയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. അതാ നല്ലത്. ഇനിയൊരു അറ്റാക്ക് കൂടി ഉണ്ടാകാൻ പാടില്ല. സാർ ധൈര്യമായിട്ടിരിക്കും. ഒരു ഓപ്പറേഷൻ ചെയ്തു നോക്കാം. ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. എനിക്കാരുമില്ല. എന്റെ എല്ലാ പ്രതീക്ഷയും എന്റെ മോളാണ്. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അങ്ങനെയൊന്നും പറയരുത്. സാറാണ് എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത്. ലെറ്റ് us try. നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, കൊതിതുള്ളി നിൽക്കവേ, തേന്മഴ തൂകാൻ ഉൾക്കുളിർ പാകാൻ നീ വരില്ലിനി, നീ വരില്ലിനി, കടലിൽ നിന്നും എന്താ വേണ്ടത്? മോളെ മരുന്ന് കഴിക്കാൻ സമയമായി. എനിക്കറിയാം. പോകുന്നുണ്ട് എന്റെ അടുത്ത് നിന്ന്. മോള് മരുന്ന് കഴിച്ചില്ലേ ഞങ്ങളുടെ ജോലി പോകും. പ്ലീസ് ലീവ് മീ അലോൺ. എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാനൊന്ന് അമ്പലത്തിൽ പോയിരുന്നു. എന്റെ അടുത്ത് പുളു അടിക്കരുത്. കണ്ടാൽ അറിയാലോ ഡാഡി മദ്യപിച്ചിട്ടുണ്ടെന്ന്. ഡാഡിക്ക് എന്റെ കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കാൻ വയ്യെങ്കിൽ വീട്ടിൽ പൊയ്ക്കോ. ഡാഡിക്കും എന്നെ മടുത്തു അല്ലേ? എന്റെ സങ്കടം ഞാൻ ആരോടാ മോളെ പറയേണ്ടത്? വേണ്ട, എനിക്ക് വേണ്ടി ആരും വേദനിക്കണ്ട. എന്തിനാ മോളെ ഡാഡിയെ വേദനിപ്പിക്കുന്നത്? മോളിങ്ങനെ കരയാൻ തുടങ്ങിയാൽ ഞാൻ വെറുതെ കരഞ്ഞതല്ലേ. ആ, ഡാഡിക്കൊരു കാര്യം കേൾക്കണോ? ഞാനിവിടെ ഇരുന്നപ്പോ നേഴ്സ് മരുന്ന് തരാൻ വന്നു. ഞാനവരെ വിരട്ടി ഓടിച്ചു. ഡാഡി, ഇന്നീ റോഡിൽ കൂടി ഒരു കണ്ണുപൊട്ടം പോയി. അയാളൊരു പാട്ട് പാടി, നല്ല പാട്ട്.
ഉണ്ണിയേട്ടൻ കല്യാണം കഴിച്ച പെണ്ണിന് കണ്ണില്ല അല്ലേ ഡാഡി? ഉണ്ണിയേട്ടന്റെ മനസ്സ് എത്ര വലുതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമോ? ആ ചേച്ചി എത്ര ഭാഗ്യമുള്ളവളാണ്. മോളെ മോളെ എന്താ മോളെ? ഒന്ന് 5 10 1 എന്താ ഡാഡി ഇത്? ഓപ്പറേഷൻ എന്ന് പറയുമ്പോ ഡാഡി എന്തിനാ ഇത്ര പേടിക്കുന്നത്? അതും നല്ല എക്സ്പെർട്ട് ഡോക്ടേഴ്സ് ചെയ്യുമ്പോ. പിന്നൊരു കാര്യം, ഡാഡി എന്നെ കണ്ണീരോടെ പറഞ്ഞേക്കരുത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അങ്കിൾ. ആ ഗുഡ് മോർണിംഗ്. ഇരിക്കും മോളെ. എന്താ മോളെ വിശേഷിച്ച്? ഈ ഓപ്പറേഷൻ സക്സസ് ആകുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? എന്താ മോളെ അങ്ങനെ ചോദിച്ചത്? എനിക്കൊരു അപേക്ഷയുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കണ്ണുകൾ ഉണ്ണിയേട്ടന് ഭാര്യയ്ക്ക് കൊടുക്കണം. മോളെ, അങ്ങനെ ഒരാഗ്രഹം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. പക്ഷേ ഒരിക്കലും ഇത് അവരെ അറിയിക്കരുത്. പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകഭയക്രോധ ലോഭമോഹസ്പൃഹ രാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ. അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലക്കളകതി. ജ്ഞാനസ്വരൂപൻ
എന്നോട് ക്ഷമിക്കൂ അനിയത്തി. എത്ര വർഷങ്ങൾ പോയാലും എനിക്ക് നീ നൽകിയ ഈ കണ്ണുകൾ കൊണ്ട് നിന്റെ ഉണ്ണിയേട്ടിനെ നിനക്ക് എന്നും കാണാം.